പല സാധനങ്ങളും അതിനകത്ത് നിൽക്കുക മരത്തില്. അത് വേറെ എടുത്ത് താപ്പോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. നമസ്കാരം, ഞാനുള്ളത് കൊല്ലം തേവള്ളി പാലത്തിലാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ആൽമരങ്ങൾ ഈ പാലത്തിലൂടെ തന്നെ വളർന്നു വരികയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ആൽമരങ്ങൾ വളർന്നു വരാൻ തുടങ്ങിയിട്ട്, പക്ഷെ നാളിതുവരെയും ഇവിടുത്തെ അധികൃതരോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. കൊല്ലം തേവള്ളി പാലം ദിനം പ്രതി നിത്യവും ഒരു 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ഒക്കെ കടന്നു പോകുന്ന ഒരു വലിയ പാതയാണ്. ഇവിടെയാണ് അപകടകരമായ രീതിയിൽ ഈ ഒരു ആൽമരങ്ങൾ വളർന്നു നിൽക്കുന്നത്. ഇത് എടുത്തു മാറ്റാനോ അല്ലെങ്കിൽ ഈ ഒരു മരങ്ങൾ മുറിച്ചു മാറ്റാനോ നാളിതുവരെയും ഒരു നടപടിയുമില്ല. നമുക്ക് നാട്ടുകാർ പറയുന്നത് കേൾക്കാം. ഈ കാലിൻ്റെ പേര് പിടിച്ച് പാലം മൊത്തം പോക്കാം. അത് എന്തെങ്കിലും നടപടി എടുക്കണം, അല്ലെങ്കിൽ പിന്നെ യാത്രക്കാർ ബുദ്ധിമുട്ടാണ്. അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട്. ആ പേരുണ്ട തേവളത്തി പാലത്തിന്റെ അടുത്തൂടെ അവിടെ ഇഷ്ടം പോലെ മരങ്ങൾ നിൽക്കുക. ആ പാലങ്ങളിനകത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ വേരുകളിൽ പറഞ്ഞു പോയാൽ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാവും. അത് പൊട്ടിക്കീറിക്കൊണ്ടിരിക്കുക. പല ആളുകളും വന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് പോവുക. അതിനെന്തെങ്കിലും നടപടി എടുക്കണം, അല്ലെങ്കിൽ ആ പാലം തകർന്നു പോകും. ഒരുപാട് വർഷം കൊണ്ട് ഇങ്ങനെ മരങ്ങൾ നിൽക്കുക എന്ന് പറഞ്ഞ ആലും വയറിലെ പല സാധനങ്ങളും അതിനകത്ത് നിൽക്കുക മരത്തില്. ആ പാലത്തിനകത്ത് നിൽക്കുക. അത് വേറെ എടുത്ത് താപ്പോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതിന് എന്തെങ്കിലും നടപടി എടുക്കണം, പ്രത്യേകം നടപടി എടുത്തെങ്കിൽ പറ്റും. കടവൽ പള്ളി പാലം, അതായത് കൊല്ലത്ത് നിന്ന് തേനിയിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാത തന്നെ. KSRTC ബസ്സുകൾ അടക്കം പോകുന്ന ഒരു പാതയാണ്. അവിടെയാണ് ഇങ്ങനെ വലിയ രീതിയിൽ ആൽമരങ്ങൾ കിളിച്ചു വരുന്നത്. ഈ ആൽമരങ്ങളൊന്നും തന്നെ മുറിച്ചു മാറ്റാനുള്ള നടപടി ഇതുവരെയും ആയിട്ടില്ല.